എല്ലാവർക്കും അവരവരുടെ സമുദായത്തിൻ്റെ അവകാശങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള KM ഷാജി എന്താ പ്രസ്താവന നടത്തിയത്? ഞങ്ങളിനി ഭരണത്തിൽ വരാൻ വേണ്ടി പോകുന്നത് കൂടുതൽ മന്ത്രിമാരെ കിട്ടാനോ MLA ഉണ്ടാക്കാനോ അല്ല. മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞ 9.5 കൊല്ലമായി നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർക്ക് മുസ്ലിങ്ങളുടെ വോട്ട് മാത്രം മതിയോ? വേറുള്ള ആരുടെയും വോട്ട് വേണ്ടേ? മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം താല്പര്യം നോക്കാൻ വേണ്ടിയിട്ടാണോ മുസ്ലിം ലീഗ്? അതാണോ ലീഗിൻ്റെ ലക്ഷ്യം? മറ്റുള്ള ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കൊപ്പം തങ്ങളുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളും നേടിയെടുക്കുക, അതായിരിക്കണം എല്ലാ പാർട്ടികളുടെയും ലക്ഷ്യം. അതിനെ സംബന്ധിച്ച് ഒന്നും ആരും പറയാത്തത്? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്ന് പറയുന്ന പ്രസ്താവനയുടെ അടുത്ത് നിർത്താൻ പറ്റുന്ന ഒരു പ്രസ്താവന തന്നെയല്ലേ അതും? കഴിഞ്ഞ 9.5 കൊല്ലം എന്താണ് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത്? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും പോലെ മുസ്ലിം സമുദായത്തിന് കിട്ടിയിട്ടേ ഉള്ളൂ. അത് കോളേജുകളായാലും കോഴ്സുകളായാലും എല്ലാം. മറ്റു ജനവിഭാഗങ്ങളുടെ കൂടെ കഴിഞ്ഞ 10 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് മുസ്ലിം സമുദായത്തിന് എത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതല്ലേ സത്യം? ഇപ്പം മലപ്പുറത്ത് +2 സീറ്റ് കിട്ടാത്ത പ്രശ്നം എല്ലാ വർഷങ്ങളിലും ഉയർന്നു വരാറുണ്ട്. കഴിഞ്ഞ 8 കൊല്ലവും ഉയർന്നു വന്നിരുന്നു. ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ ഗവൺമെൻറ് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ടേം പൂർത്തിയാകുമ്പോഴേക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണും. കഴിഞ്ഞ വർഷം എന്തേ മുസ്ലിം ലീഗോ യൂത്ത് ലീഗോ MSFോ +2 മലപ്പുറത്ത് സീറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സമരം നടത്തിയില്ലല്ലോ? അവിടെ ജയിച്ച എല്ലാ കുട്ടികൾക്കും +2 പ്രവേശനം ലഭിച്ചു. അത്ര കണ്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ +2 ബാച്ചുകൾ കൊടുത്തു. തെക്കൻ മേഖലയിൽ നിന്ന് ആളില്ലാത്ത +2 ബാച്ചുകൾ മലബാറിലേക്ക് മാറ്റി. മലപ്പുറത്തേക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റിയത്. അങ്ങനെ പഠിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായി. മുസ്ലിം സമുദായത്തിന് എന്ത് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രസ്താവനകൾ, ആ പ്രസ്താവനകൾ കുറച്ച് പോളിഷ്ഡാണ്. പക്ഷേ അതിൽ അതിതീവ്രമായിട്ടുള്ള മുസ്ലിം പക്ഷപാതം ഒളിഞ്ഞിരിപ്പുണ്ട്. കേരളത്തിൽ മുസ്ലിങ്ങൾ അവഗണിക്കപ്പെടുന്നു. ഇടതുപക്ഷത്തെപ്പോലും സംഘികളായി അവർ മുദ്രകുത്തുന്നു. മുസ്ലിം ലീഗിൻ്റെയൊക്കെ പുതിയ തലമുറയിൽപ്പെടുന്ന ചെറുപ്പക്കാർ RSSും BJPയും പോലെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPIM എന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിയെ എന്തുകൊണ്ട് വിമർശിച്ചില്ല എന്ന് ചോദിക്കുന്ന അതേ ചോദ്യം നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോടും ചോദിക്കണം. ഷാജി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി, അത് തികച്ചും വംശീയമായിട്ടുള്ള ഒരു പ്രസ്താവനയല്ലേ? ലീഗ് ഇങ്ങനെയാണോ ഇക്കാലം അത്രയും ചെയ്തിരുന്നത്? അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിന് മുസ്ലിങ്ങളുടെ വോട്ടുകൾ മാത്രം മതിയോ? മുസ്ലിം സമുദായത്തിന് 9.5 കൊല്ലം നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ ലീഗ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറയുമ്പോൾ വാദത്തിന് വേണ്ടി മറ്റു ജനവിഭാഗങ്ങൾക്കും അങ്ങനെ 9.5 കൊല്ലം നഷ്ടപ്പെട്ടത് നേടിയെടുക്കാൻ ലീഗ് മുന്നിലുണ്ടാകും എന്ന് പറയാൻ ലീഗ് ബാധ്യസ്ഥമല്ലേ? ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ഈഴവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ലത്തീൻ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ പിന്നോക്ക വിഭാഗങ്ങൾ തന്നെയാണല്ലോ. എത്രമാത്രം നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനയാണത്! ഇത് പതിവായിരിക്കുകയാണ് എല്ലാ മതസമുദായ വിഭാഗങ്ങളിലും. ഇങ്ങനെ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുക, പ്രഭാഷണങ്ങൾ നടത്തുക, അത് ഏത് ഭാഗത്തു നിന്നായാലും ശരിയല്ല. വെള്ളാപ്പള്ളിക്ക് 85 വയസ്സായി. അദ്ദേഹം ഒരുപക്ഷെ സ്ലിപ്പ് ഓഫ് ടങ് എന്നൊക്കെ പറയുന്നത് സംഭവിക്കാമല്ലോ. അദ്ദേഹം തത്വത്തിൽ ഉദ്ദേശിച്ചത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇത്രകാലം ഭരിച്ചിട്ട് മലപ്പുറത്ത് മലബാറിൽ SNDP എന്ന് പറയുന്ന സംഘടനയെ പരിഗണിച്ചില്ല. ഈഴവ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ അഭ്യുന്നതിക്ക് വേണ്ടി മുസ്ലിം ലീഗ് ഭരണതല സ്വാധീനം ഉപയോഗിച്ച് ഒരു സഹായവും ചെയ്തില്ല.
അദ്ദേഹത്തിൻ്റെ ആവശ്യം ന്യായമാണ്. അദ്ദേഹത്തിന് അങ്ങനെ പരാതിയുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറയേണ്ടത് ഞങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ആ കാര്യത്തിലൊരു പെശക് പറ്റിയിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പരാതി ഞങ്ങൾ പരിഹരിക്കും എന്നല്ലേ പറയേണ്ടത്? അതിന് പകരം വെള്ളാപ്പള്ളിയുടെ മെക്കെട്ട് കയറാൻ നിന്നിട്ട് എന്താ കാര്യം? ആരാണ് അങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം വെള്ളാപ്പള്ളിക്ക് ഉണ്ടാക്കി കൊടുത്തത്?